ഇന്നലത്തെ ലൈവ് കണ്ടപ്പോൾ ഒരു സംശയം തോന്നിയത്, ഈ സായി വന്നത് ശരിക്കും ഈ ഗബ്രീനെയും ജാസ്മിനെയും നല്ല ഗെയിമിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ മികച്ചൊരു ഗെയിമറാക്കാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവിടെ പൊട്ടന്മാരായി പോകല്ലേ? അതായത് നമ്മുടെ ജിൻഡു ആയാലും റസ്മിൻ ആയാലും നോറ ആയാലും ബാക്കിയുള്ള എല്ലാ മത്സരാർത്ഥികളും, ജാൻമണി ഉൾപ്പെടെയുള്ള മത്സരാർത്ഥികൾ. കാരണം പുറത്ത് നിന്ന് ഇത്രയും ദിവസം കളി കണ്ട് അതിൻ്റെ അകത്തുള്ള ഓരോരുത്തരെയും കാര്യങ്ങൾ വിശദമായി കണ്ട് മനസ്സിലാക്കിയ ഒരാളാണ് സായി. അതിനകത്തേക്ക് പോയിട്ട് ജാസ്മിൻ്റെ നെഗറ്റീവ് വശങ്ങൾ കംപ്ലീറ്റ് പറഞ്ഞ് ജാസ്മിനെ ഒരു പോസിറ്റീവിലേക്ക് കൊണ്ടുവരുമ്പോൾ യഥാർത്ഥ ബിഗ് ബോസിൻ്റെ അകത്ത് 100 ദിവസം പുറത്തെ കാര്യങ്ങൾ അറിയാതെ നിൽക്കുന്ന ഒരാളല്ലേ വിജയിക്കേണ്ടത്? അപ്പം പുറത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ ഗെയിമിലേക്ക് കൊണ്ടുവരുന്നത് ശരിയായ പ്രവണതയാണോ? ഇന്നലെ തന്നെ നമ്മളിപ്പോൾ ഈ കാണുന്ന ചർച്ചയിൽ തന്നെ സായി അവർക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഏത് രീതിയിൽ പോകണം, എങ്ങനെ പോകണം, എന്താണ് നെഗറ്റീവ്, എന്താണ് പോസിറ്റീവ് എന്നൊക്കെ. ജയിലിലെ പണിഷ്മെൻറ്റിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. ഇതേ സായി തന്നെ മറ്റൊരു കാര്യം കൊണ്ട് രാത്രി നമ്മുടെ പുതുതായിട്ട് വന്ന നന്ദനൻ്റെ അടുത്തും ഒക്കെ സംസാരിക്കുന്നുണ്ട്. നന്ദന ജാസ്മിനെ ചൊറിഞ്ഞത് നന്നായി, ജാസ്മിന് അങ്ങനെ കിട്ടണം, തരത്തിൽ നോക്കി അടിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാൻ ഗെയിം പുറത്തെടുക്കാത്തത്, ഞാൻ ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങായിട്ടാണ്, കാരണം അതിനുള്ള സാഹചര്യം ഒത്തു വന്നില്ല, ഞാൻ സൈലൻ്റായി നിൽക്കുന്നതാണെന്നൊക്കെ സായി പറയുന്നുണ്ട്. നേരെ തിരിച്ച് ഗബ്രീൻ്റെ അടുത്തും അതേപോലെ തന്നെ ജാസ്മിൻ്റെ അടുത്തെത്തുമ്പോൾ മറ്റൊരു സായിനെ കാണുന്നത്, അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സായിനെ കാണുന്നത്. കാരണം സായിലായിരുന്നു വൈൽഡ് കാർഡിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു പ്രതീക്ഷ വെച്ചത്. ബിഗ് ബോസ് കണ്ട് വിലയിരുത്തി അതിനെ കറക്റ്റായിട്ട് കാര്യങ്ങൾ കീറി മുറിച്ച് പറയുന്ന ഒരു സായിനെയാണ് നമ്മൾ പുള്ളിക്കാരൻ്റെ യൂട്യൂബിലൂടെ കണ്ടത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ ജാസ്മിനെ നമ്മൾ കയറി എടുത്തു കൊടുക്കും, റോബിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എടുത്തു കൊടുക്കും എന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ ജാസ്മിൻ്റെ നെഗറ്റീവ് വശങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ജാസ്മിനെ നല്ലൊരു ഗെയിമറാക്കി മാറ്റി കൊണ്ടുവരാനുള്ള ഒരു സായിനെ അവിടെ കണ്ടത്. സായി ശരിക്കും ഗെയിം ജയിക്കാൻ വേണ്ടി പോയതാണ്, അല്ലെ മറ്റുള്ളവരെ ജയിപ്പിക്കാൻ വേണ്ടി പോയതായിരുന്നതാണ് സംശയം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.